തുടർച്ചയായി മഴ തുടർന്നതോടെ പ്രളയത്തിൽ മുങ്ങി ഗുജറാത്ത്. മഴക്കെടുതിയിൽ ഇതുവരെ മരണം 28ആയി. 40,000-ലേറെ പേരെയാണ് ഒഴിപ്പിച്ചത്. വഡോദര നഗരത്തിലാണ് പ്രളയം കൂടുതൽ രൂക്ഷമായത്. ചില പ്രദേശങ്ങളിൽ 10 മുതൽ 12 അടി വരെ വെള്ളം കയറിയിട്ടുണ്ട്. വിശ്വാമിത്ര നദി കരകവിഞ്ഞൊഴുകിയതാണ് വഡോദര വെള്ളത്തിൽ മുങ്ങാൻ കാരണമായത്. കനത്ത മഴയെ തുടർന്നാണ് അജ്വ അണക്കെട്ട് തുറന്നതാണ് നദിയിൽ വെള്ളം പൊങ്ങാൻ കാരണമായത്. വഡോദരയിൽ ഉൾപ്പെടെ ഭയാനകമായ സാഹചര്യമാണുള്ളത്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ സൈന്യത്തിന്റെ സഹായം സർക്കാർ തേടിയിട്ടുണ്ട്. പലരും വീടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഭക്ഷണവും മരുന്നും കഴിക്കാതെ പലരും വീടുകളിൽ അവശരായി തുടരുകയാണ്. വെള്ളം പൊങ്ങുന്നതും മഴ തുടരുന്നതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നതായി രക്ഷാപ്രവർത്തകർ പറഞ്ഞു. BJP പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. 38,000 ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്തെന്നും ഇന്ന് 1,00,000-ലധികം പാക്കറ്റുകൾ വിതരണത്തിനെത്തിക്കുമെന്നും നേതൃത്വം അറിയിച്ചു. സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻസ് സെന്ററിന്റെ കണക്കനുസരിച്ച് ഈ സീസണിൽ ലഭിക്കേണ്ട ശരാശരി മഴയുടെ 105% മഴയാണ് ലഭിച്ചത്. ദ്വാരക ജില്ലയിലെ ഖംഭാലിയ താലൂക്കിലാണ് 24 മണിക്കൂറിനിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്, 454 മില്ലിമീറ്റർ. ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനാൽ സംസ്ഥാനത്തെ 206 അണക്കെട്ടുകളിൽ 112 എണ്ണത്തിനും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനെ വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രകൃതി ദുരന്തത്തെ നേരിടാൻ കേന്ദ്രത്തിന്റെ പിന്തുണയുണ്ടാകുമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്.